അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പച്ചിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഉള്ളിട്ട് കൊടുത്തു, എണ്ണ ഒഴിച്ചിട്ട് ഓൾറെഡി നമ്മൾ രാവിലെ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കിയ ചട്ടിയേനു. അപ്പോൾ അതിക്കെണ്ണ ഇട്ട് എണ്ണ ഒഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഉള്ളിട്ടു, ഞാൻ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഞാൻ ഇപ്പച്ചി ഉണ്ടാക്കണമെങ്കിലും ഞാനാണ് എല്ലാം അരിഞ്ഞത് കേട്ടോ. ഐഡിയക്ക് ഇൻ്റെതാണ്. ഐഡിയ ആൻഡ് വാട്ട് ഞാൻ സഹായിക്കുന്നുള്ളൂ. അതെ, മൊത്തം എൻ്റെ ഐഡിയ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ടു. ഇത് ബാച്ചിലേഴ്സ് ചിക്കൻ കറി അല്ലപ്പാ, പെട്ടെന്ന് തട്ടിക്കൂട്ടുള്ള ചിക്കൻ കറി. ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ, ഉച്ചക്കൊക്കെ അത് മതിയല്ലോ. അതെ, ബാക്കി എല്ലാവരും വൈകുന്നേരമൊക്കെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ വർക്കിലാണ്, റിയ ആണെങ്കിൽ സ്കൂളിൽ പോയി. പോകാൻ നിൽക്കുകയാണ്. ഞാനാണ് ഇമ്മാൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ജസ്റ്റ് ഉച്ചക്ക് കൂട്ടാനുള്ള ഒരു കറി അല്ലേ? ചോറ് ഓൾറെഡി ഉണ്ട് അല്ലേ? നമുക്ക് ഇതിടാം, നമുക്ക് ഇതിട്ട് കൊടുക്കട്ടോ. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇൻസ്റ്റന്റ് ആണ്, തട്ടിക്കൂട്ട് പരിപാടിയാണ്. എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടാകില്ലേ? ഇത് ഇഞ്ചി വെളുത്തുള്ളി അല്ലേ? പോരെ? മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളി മണം വരുന്നുണ്ട്. തട്ടിക്കൂട്ടാണെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയാണെങ്കിലും അടിപൊളി മണം വരുന്നുണ്ട് മക്കളെ. ചാണെങ്കിൽ പൈച്ചിട്ട് വെച്ച അടുത്തായിട്ട് തക്കാളി ഇടല്ലേ നമുക്ക്? മല്ലിച്ചപ്പ് ലാസ്റ്റ് ഇട്ടാ പോലെ. മല്ലിച്ചപ്പ് ലാസ്റ്റ്. ഇത് ഒരു വലിയ തക്കാളിയാണ്. ചിക്കൻക്ക് തക്കാളിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഉണ്ടാക്കണം, പെട്ടെന്ന് ഉണ്ടാക്കണം. ആയതുകൊണ്ട് പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് ചിക്കൻ കറി. തട്ടിക്കൂട്ട് ചിക്കൻ കറി പറഞ്ഞൊരു ക്യാപ്ഷൻ വെക്കല്ലേ നമുക്ക്? എന്നിട്ട് ഇതിലും സിമ്പിൾ ഇനി സ്വപ്നങ്ങളിൽ മാത്രം ഉള്ളൂ ഇങ്ങനത്തെ ചിക്കൻ കറി ഉണ്ടാകുക. അയ്യോ, നമുക്ക് പച്ചമുളക് കേട്ടോ. കറി പച്ചമുളക് അരിഞ്ഞിട്ടാ പോരെ ഇതിക്ക്? തക്കാളി പച്ചമുളക്. ആ മുളകും പൊടി കളറില്ലാഞ്ഞിട്ട് കാര്യമില്ല. അതിന് നമ്മൾ മില്ലിന്നേ വറുത്ത് പൊടിച്ച മുളകും പൊടി വാങ്ങിയതാണ്. നല്ല എരിവുണ്ടാവും, നല്ല മുളകും പൊടിയാണ്. അപ്പോൾ അധികം ഇടാൻ പറ്റില്ല. പക്ഷെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, കളറില്ല വെച്ചിട്ട് കുറേ എടുത്തിടും, അപ്പോൾ നല്ല എരിവാണ്. ഞങ്ങൾ എന്നിട്ട് കുറച്ചിടലുള്ളൂ മുളകും പൊടി. ഇവിടെ എരിവ് കുറക്കല. അമ്മച്ചിക്ക് ഉച്ചൊന്നും പറ്റില്ലല്ലോ. എനിക്കും പറ്റൂല എരിവ്. എരിവ് ഇല്ലെങ്കിലും അത്ര നല്ലതൊന്നുമല്ല. ചുവന്ന മുളകിന്റെ എരിവ്. ചിക്കൻ മസാല ആണല്ലോ ചിക്കനിലെ മെയിൻ സാധനം. ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. മതി. ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. മല്ലിപ്പൊടി ഉണ്ടോ കുറച്ച്? ചിക്കൻ കറിയിൽ മല്ലിപ്പൊടി മീനിലല്ല മല്ലിപ്പൊടി എല്ലാത്തിനോടും നമുക്ക് ഈ ചിക്കൻ മസാലയിലുള്ള എരിവ് മതി നമുക്ക്. പിന്നെ പച്ചമുളക് കൂട്ടില്ലേ? കുറച്ച് മഞ്ഞപ്പൊടി കൂടിയ ടേസ്റ്റ് കുറയും. കുറച്ച് ഒരു സ്പൂണ് മല്ലിപ്പൊടി. ഒരു സ്പൂണില്ല, 3/4 സ്പൂൺ. അത് മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടല്ലേ? ഉപ്പ് ഓൾറെഡി ഇട്ടു. തട്ടിക്കൂട്ട് ചിക്കൻ കറി. അമ്മച്ചി ചോദിച്ചു എന്തൊക്കെ കൂട്ടാന്? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ചിക്കൻ. നീ ചിക്കട്ടാലോ നമുക്ക്? നീ ചിക്കൻ ഇട്ട് കൊടുത്തു. കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ. വളരെ കുറച്ച്. ചിക്കൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഞങ്ങൾ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്
ബാക്കി മൂടി വെച്ച് അതിന് വെള്ളം ഇറങ്ങിക്കോളും. അതാണ് ടേസ്റ്റ്. മതി. ഉപ്പുണ്ടോ നോക്കി. ഉപ്പാണ് തിളച്ചിട്ട് നോക്കിയാ പോരെ. അതായാലും മതി. ഒന്നും കൂടി തിളച്ചിട്ട് നോക്കാം, അപ്പോഴാണ് കറക്റ്റ് കിട്ടുക. ഓക്കെ ഓക്കെ. ആ വെള്ളം ഇഷ്ടംമാതിരി ആയല്ലോ ഇപ്പൊ തന്നെ. ഞാൻ അതിന്ന് ഇറങ്ങും. അതിന്നിറങ്ങും. മൂടി വെക്കാം. ഇത് വേകട്ടെ അല്ലേ. അപ്പം നമ്മളെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ ഓക്കെ ആയി. എല്ലാം ക്ലിയറായി. ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി സ്പെഷ്യൽ ഞങ്ങൾ ഉണ്ടാക്കിയ. നല്ല സ്മെല്ലുണ്ട് ഇതിനോ, അടിപൊളി മണം.